ഹലോ എവരിവൺ, അപ്പോൾ പുതിയൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഗോളെന്ന് വിചാരിക്കുന്നത് ഒരു ബേസ് ഉണ്ടാക്കാൻ നല്ല സ്ഥലവും ഒരു ബേസ് കട്ടുകയും ചെയ്യണം. സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നല്ല സ്ഥലം കിട്ടും. ഈ മഞ്ഞിൽ നിന്ന് മാറിപ്പോകണം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മഞ്ഞിൽ നിന്ന് ചാവാൻ ചാൻസ് ഉണ്ട്. ഈ മഞ്ഞിൻ്റെ മലയിൽ നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി പോകേണ്ടതുണ്ട്. നമുക്ക് താഴെ പോയിട്ട് ഒരു വുഡ് കട്ട് ചെയ്യണം ഫസ്റ്റ്. ഇത് എത്ര ദിവസം ഉണ്ടോയെന്ന് അറിയില്ല, വേഗം ചാവാൻ ചാൻസ് ഉണ്ട്. ഇത് കോറായതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ചത്തു കഴിഞ്ഞാൽ ചത്തു, പിന്നെ ഈ വേൾഡ് പോയി. അപ്പോൾ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ആ വുഡ് കട്ട് ചെയ്യാം. വുഡ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മൾ ബേസിക് ടൂൾസായ വുഡൻ ടൂൾസ് ഉണ്ടാക്കണം. ബേസിക്കായിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അതായത് നമുക്ക് വൂള് കണ്ടുപിടിച്ചിട്ട് ബെഡ് ഉണ്ടാക്കണം. അപ്പം നമ്മളെ അടുത്ത് ഇപ്പോൾ ഒരു ആടുണ്ടായിരുന്നു, അപ്പോൾ അതിനെ നമുക്ക് കൊന്നിട്ട് അതിൻ്റെ വൂളെടുക്കണം. ആദ്യം നമുക്ക് അപ്പോൾ ടൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ആക്സും പിക്കാക്സും മതി. അപ്പോൾ നമുക്ക് ഈ ആടിനെ കൊല്ലാം. മുമ്പ് നമുക്ക് ഇതിൻ്റെ വൂളെടുക്കാം. ഇനി നമുക്ക് 2 വൂളും കൂടി വേണം, 3 വൂൾ. അപ്പോൾ ആടുണ്ട്, അപ്പോൾ നമുക്ക് അതിനെ കൂടി എടുക്കാം. അതിൻ്റെ വൂളും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് അതിനനുസരിച്ച് ഫുഡും കിട്ടും. വൂള് മാത്രമല്ല, മീറ്റും കൂടി കിട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഒന്നും കൂടി ഉണ്ട്. അതിനെ കൂടി കഴിഞ്ഞ് നമുക്ക് ബെഡ് റെഡിയാവും. അപ്പം നമുക്ക് ഇന്നത്തെ നൈറ്റ് പേടിക്കേണ്ട ആവശ്യമില്ല. ബെഡ് ഇപ്പം തന്നെ ആക്കാൻ ഏകദേശം സംഭവങ്ങളായി. ഇനി നമുക്ക് ഇത് ഒരേ കളറാക്കണം. അപ്പോൾ നമുക്ക് ഈ നീല പൂ എടുക്കാം. ഇതിൻ്റെ ബ്ലൂ ഡൈ ഉപയോഗിച്ചിട്ട് ബ്ലൂ കളറിലുള്ള ബെഡ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഡൈ ഉണ്ടാക്കാം. നമ്മൾ ഈ വൂൾ അതിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കളറിൽ ഉണ്ടാക്കാം. വൂളിപ്പോൾ നീല കളർ വൂളായി. അപ്പോൾ നമുക്ക് നീല ബെഡ് ഉണ്ടാക്കാം. നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഇവിടെ വെച്ചിട്ട് നീല ബെഡ് ഉണ്ടാക്കാം. അങ്ങനെ ബെഡ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രാത്രി ആവാൻ നമുക്ക് കിടന്നുറങ്ങിയാൽ മതി. ഇനി നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. കുറച്ച് വൃത്തിയുള്ളൊരു സ്ഥലത്ത് നമുക്ക് ബേസ് കെട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പുറ സൈഡിൽ മഞ്ഞാണ്, അവിടെ കുറച്ച് പംകിൻ കാണുന്നുണ്ട്. അപ്പം അടുത്ത് വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ പംകിനിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടാവാൻ സാധാരണ വില്ലേജ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ കേവൽ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അങ്ങനെ വില്ലേജ് എൻ്റെ അടുത്ത് തന്നെ വില്ലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വില്ലേജിൽ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കണം. ഫുഡെല്ലാം എടുക്കാം. ഫസ്റ്റ് ഡേ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. വില്ലേജിൽ അത്യാവശ്യം ഫുഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബിൽഡിങ് തപ്പി. ഇനി നമുക്ക് ഒരു ബിൽഡിങ്ങിലും കൂടി കയറാനുണ്ട്, ആ മോളിൽ കാണുന്നത്. അപ്പോഴത്തേക്ക് നൈറ്റ് ആവാനായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ അങ്ങനെ വിജയകരമായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉറങ്ങാൻ പോകും. നമുക്കപ്പോൾ കുറച്ച് ആപ്പിളും പൊട്ടാറ്റോയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് ഡേ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ആ ബിൽഡിങ്ങിൽ കൂടി കയറണം മുകളിൽ. ഇവിടെ ഒരു ഫാമിലുണ്ടാകും. നമുക്ക് ഇവിടെ തന്നെ ഫുഡെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ വില്ലേജിൻ്റെ അടുത്ത് വീട് കിട്ടുന്നില്ല, കുറച്ച് മാറിയിട്ടാണ് വീട് കിട്ടുന്നത്. നമുക്ക് പിന്നെ വില്ലേജേഴ്സിനെല്ലാം ഉപയോഗിച്ച് ബ്രീഡെല്ലാം ചെയ്യണം. ട്രേഡിങ് ആളും അങ്ങനത്തെ അയൺ ഫാം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാനുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല.
ഞാൻ എത്ര ദിവസം ഉണ്ടോ അത്ര ദിവസം വൃത്തിയിൽ കളിക്കാൻ നോക്കും. മാക്സിമം എല്ലാം ഉണ്ട് ബിൽഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോക്കാം. ഇതിൽ കയറിക്കാം. ഇത് ബ്രൂവിങ് സ്റ്റാൻഡല്ലേ ഇതിൻ്റെ പേര്? അതെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരെങ്ങനെ എന്തോ ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറാം. നമ്മൾ നേരത്തെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോവാം. കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് മാറണം. അതുകൊണ്ട് നമുക്ക് 2 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് അയൺ ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ അയൺ എടുക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോൺ പിക്കാക്സ് വേണം. അപ്പം നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് വരണം. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അപ്പുറത്തായില്ലേ, നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി തരാം. അങ്ങനെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് അയൺ എടുക്കാം. അയൺ ഓറാണ്. ഇത് നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ചാർക്കോൾ നമുക്ക് അപ്പുറത്ത് കിട്ടി. അപ്പോൾ നമുക്ക് ഫർണസ് ഉണ്ടാക്കാനുള്ള സ്റ്റോണും കൂടി നമുക്ക് എടുത്തിട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാം. ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ടാണ് വീട് കെട്ടാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു നല്ല സ്ഥലം നോക്കി നമുക്ക് വീട് കെട്ടണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഫ്ലാറ്റാക്കി എടുത്തിട്ട് ഇവിടെ വീട് കെട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ ദിവസത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ട് കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു പൈസയായിരിക്കും. അധികം ടൈമൊന്നും എടുക്കാതെ പെട്ടെന്ന് കെട്ടിത്തീർക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വീടായിരിക്കും. ബോക്സി ഡിസൈനിലുള്ള ഒരു വീട്. അധികം വലിയ ഡിസൈനൊന്നും ഉണ്ടാകാൻ ചാൻസില്ല. സാധാ നോർമൽ ആയിട്ടുള്ളൊരു വീടായിരിക്കും കെട്ടുന്നത് ഫസ്റ്റ് തന്നെ. ഭയങ്കര ഡിസൈൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് നൈറ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് ആദ്യം പില്ലർ ചെയ്യാം. പില്ലർ ചെയ്തിട്ട് വേണം വാളിൻ്റെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിൽ കുറച്ച് മരങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് പ്രശ്നമില്ല. മരത്തിനധികം ദൂരം പരിധി പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചെയ്ത് വെക്കട്ടെ. വീട് ഫുള്ളും കെട്ടുന്ന കാണിക്കാൻ കഴിയുമെന്നറിയില്ല. ലാഗ് അടിക്കുന്നതുകൊണ്ട് ചിലപ്പം ഞാൻ കുറച്ച് കട്ടാക്കും. ഏകദേശം പില്ലർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ വാള് ചെയ്യുന്നത് ഓക്ക് ട്രീ വെച്ചിട്ടാണ്. ഓക്ക് ട്രീയിലെ പ്ലാങ്ക് ഉപയോഗിച്ചിട്ട്. വിൻഡോക്കുള്ളൊരു ഭാഗം വിടും. ബാക്കി ഈ 2 ബ്ലോക്ക് നമ്മൾ ജനലിനായിട്ട് വിടുന്നു. ബ്ലോക്ക് ഇടൽ വെക്കാം. മാറി വെച്ചോ, അതാണ് പ്രശ്നം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആക്സ് പൊട്ടിപ്പോയി. അതാ ആദ്യം പുറത്ത് വെച്ചു. ഇതെല്ലാം നേരാക്കണം. നമ്മൾ നേരെ വൃത്തിക്കാണ് കെട്ടാൻ പോകുന്നത്. കളർ കോമ്പിനേഷൻ അത്ര രസമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കെട്ടിക്കഴിഞ്ഞു. ഏകദേശം ആയിരുന്നു. കുറച്ച് മുകളിൽ ഈ ജനലെല്ലാം ഒന്ന് ശരിയാക്കാനുണ്ട്. ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ പരിപാടിയില്ല. അപ്പോൾ നമ്മൾ വീടിങ്ങനെയല്ലേ. ഫസ്റ്റ് താഴത്തെ നിലയിൽ അധികമൊന്നുമില്ല. നേരത്തെ കണ്ട സാധനം മാത്രമേ ഉള്ളൂ. 2ാം നിലയിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഈ ബാൽക്കണി വരുന്ന സ്ഥലത്ത് ഈ ഡിസൈൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഒരു ബ്ലോക്ക് അപ്പുറത്തേക്ക് മാറ്റാൻ തോന്നുന്നു കണ്ടിട്ട്. ആദ്യം കെട്ടാനെ വെച്ച് ഇതെല്ലാം മാറ്റി വെക്കാം. നമുക്ക് ഒരു ബ്ലോക്ക് അപ്പുറത്തേക്ക് മാറ്റാൻ തോന്നുന്നു കണ്ടിട്ട്.
ഇപ്പം നമ്മൾ ഒരു ബ്ലോക്ക് ഇപ്പുറത്തേക്ക് വെക്കാം. അപ്പം നേരെ വെക്കണം. ഇപ്പം ചാവട്ടി ക്രീപ്പർ വന്ന് വേഗം നോട്ടി. ഇതാണ് പ്രശ്നം, ഈ ക്രീപ്പറാണ് പ്രശ്നം. എപ്പം വേഗം പൊട്ടുമെന്ന് തിരിയില്ല എനിക്ക്. വേഗം വന്ന് പൊട്ടിയിട്ട് ഈ കാടി അങ്ങ് ഇല്ലാതാക്കി കളിക്കും. അപ്പം നമ്മൾ ഈ വുഡ് പകുതി പൊട്ടിച്ചളഞ്ഞത് വീടിൻ്റെ പകുതി. അപ്പം നമുക്കത് ഫില്ല് ചെയ്യണം. ഈ ശല്യം ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കേണ്ടി വരും ഞാൻ. നേരത്തെ കിട്ടിയ ഇതെല്ലാം നട്ടു വെക്കാൻ നമുക്ക് പിന്നത്തേക്ക് ഉപകാരപ്പെടുമായിരുന്നു. നമ്മളെ ഹെൽത്ത് ഇപ്പം 3 ഹാർട്ടായില്ല, അത് ഫില്ല് ചെയ്യണം. അപ്പം നമ്മളതിലിപ്പോൾ ആപ്പിൾ വെച്ച് നമുക്കത് ഫില്ലാക്കണം. നമുക്കാദ്യം വുഡ് എടുക്കാം. വുഡ് എടുത്തിട്ട് പോയിട്ട് അത് നമ്മളിപ്പം ക്രീപ്പർ പൊട്ടിയ ഭാഗം നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. 2 എണ്ണം മതിയാവില്ലേ? മതിയാവും തോന്നുന്നു. പോയി നോക്കിയിട്ട് തികഞ്ഞിട്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീടിൻ്റെ മുമ്പിൽ നട്ടൊക്കെ നല്ല രസമുണ്ടാവും തോന്നുന്നു. അതൊന്നായി. നമുക്ക് ഇതൊന്നും ഉണ്ടാക്കണം. തികയില്ലാന്ന് തോന്നുന്നു. ഒന്നിൻ്റെ കുറവുണ്ട്. നമുക്ക് പ്ലാങ്ക് ആക്കിയിട്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്ലാബാക്കിയിട്ട് വെക്കാം. ഈ മുകളിലത്തെ പണി അത് ബാക്കി തീർക്കണം. ഇതിൻ്റെ പണിയെടുക്കുമ്പോഴാണ് നേരത്തെ പൊട്ടിയത്. എന്തോ മിസ്റ്റേക്ക് പറ്റിയല്ലോ. മുകളിൽ ഇത് കാണുന്ന ഗ്യാപ്പ് കാണുന്നു. സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കാം. സ്റ്റെപ്പ് നമുക്ക് അവിടെ വെക്കണം. എന്തോ മിസ്റ്റേക്ക് പറ്റില്ല തോന്നുന്നു. അതെ, ഞാൻ കുറച്ച് പുറത്താ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതാദ്യം പൊട്ടിക്കേണ്ടി വരും മിക്കവാറും. പൊട്ടിക്കാം. അപ്പം ആ ബ്ലോക്ക് നമ്മൾ എടുക്കണം. അപ്പം നമ്മളതിൽ അതില്ല. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെയാണില്ല ഔട്ട്ലുക്ക്. പുറമേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടർ പൈസ നമ്മൾ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ഭംഗിയിൽ തന്നെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു. എനിക്കെന്തായാലും കാണാൻ കുറച്ച് ഭംഗിയുള്ള പോലെ ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ബെഡ് വെച്ചിട്ടില്ല. വീട് ബാൽക്കണി പോലെ ഉണ്ട്. അപ്പം മുകളിൽ നമ്മൾ കുറച്ച് ബാരൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനമെല്ലാം അവിടെ വെക്കാം. ഇത് കുറച്ചും കൂടി ഡിസൈൻ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബേസ് ഉണ്ടാക്കുക. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ബേസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അയൺ ആർമർ സെറ്റ് ചെയ്യണം. ഫുൾ അയൺ ആർമറിലേക്ക് മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.